1,00,000 കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മുടെ വിവിധ വകുപ്പുകളുടെ വികസന നേട്ടങ്ങൾ പരിശോധിക്കുന്ന പ്രത്യേക അഭിമുഖ പരിപാടിയാണ്. ഇന്ന് നമുക്കൊപ്പം പൊതുവിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയാണ്. മിനിസ്റ്റർ, സ്വാഗതം. നമസ്കാരം. വലിയ സാധ്യതകളും വെല്ലുവിളികളും നേരിട്ട ഒരു വകുപ്പാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. ഇപ്പോൾ കേന്ദ്രം അവരുടെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം ഒരു വശത്ത്, ഒപ്പം തന്നെ നമ്മുടെ സ്കൂളുകളുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനം അടക്കമുള്ള ആവശ്യങ്ങൾ, മറ്റ് സ്കൂളുകൾ പൂട്ടിപ്പോകുന്ന അവസ്ഥ. അപ്പോൾ ഈ ഒരു വെല്ലുവിളി നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിന്ന് എങ്ങനെയാണ് ഈ 5 വർഷക്കാലം പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോയത്? യഥാർത്ഥത്തിൽ കേരളത്തിൽ എന്നും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വകുപ്പാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നത്. 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകൾ. യഥാർത്ഥത്തിൽ 2016 മുതൽ നമ്മൾ ചിന്തിക്കണം. 2016 ഒന്നാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിൽ എല്ലാ രംഗത്തും തകർച്ചയുണ്ടായിരുന്നു. അതിലേറ്റവും കൂടുതൽ തകർന്ന് വല്ലാത്ത ഒരു നിലയിലായത് പൊതുവിദ്യാഭ്യാസ രംഗമായിരുന്നു. അന്തിച്ചന്തയിൽ സാധനങ്ങൾ ലേലം വിളിക്കുന്ന പോലെ സ്കൂളുകൾ ലേലം വിളിച്ച് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് കോഴിക്കോട്ടെ മാലാപ്പറമ്പ് സ്കൂള് ഗവൺമെൻറ് ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അത് കേരള സമൂഹത്തിനും കേരളീയ വിദ്യാഭ്യാസ സമൂഹത്തിനും കൊടുത്ത ഒരു സന്ദേശമായിരുന്നു. ഗവൺമെൻറ് നിലപാട് പൊതുവിദ്യാഭ്യാസത്തിലൂടെ എന്ത്? ഗവൺമെൻറ് നിലപാട് പൊതുവിദ്യാഭ്യാസം എല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന പൊതുമാറ്റങ്ങൾക്കനുസരിച്ച് സാമൂഹികപരമായും സാമ്പത്തികപരമായും ഒക്കെ തന്നെ പിന്നോക്കം നിൽക്കുന്ന എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാഴ്ചപ്പാട്. അത് വച്ചുകൊണ്ടാണ് ഒന്നാം പിണറായി ഗവൺമെൻറ് പ്രവർത്തനം നടത്തിയത്. ആ പ്രവർത്തനം പൂർത്തീകരിക്കുമ്പോഴാണ് രണ്ടാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വരികയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല ഞാൻ ഏറ്റെടുക്കുകയും ചെയ്തു. ഞാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്ത അവസരത്തിൽ ഞാൻ BJP നിയമമണ്ഡലത്തിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്താണ് അധികാരത്തിൽ ചുമതല വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കെതിരായി വിദ്യാഭ്യാസ വകുപ്പ് ഇയാളാണ് ഏറ്റെടുത്തിരിക്കുന്നത്, പോക്കാണ് എന്നുള്ള നിലയിലൊക്കെ തന്നെ വളരെ മോശമായ നിലയിലുള്ള പ്രചരണങ്ങൾ നടന്നു, സോഷ്യൽ മീഡിയയിലൂടെ നടന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊരു ഭരണാധികാരി എന്ന് പറഞ്ഞാൽ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ഭരണാധികാരി എന്ന് പറയുന്നത്. യാന്ത്രികമായും പുസ്തകത്തിൽ കാണുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്നത് ഭരണാധികാരിയല്ല. വലിയ ഒരു സമരത്തിൻ്റെ അനുഭവം എൻ്റെ മനസ്സിലുണ്ട്. ഈ വിദ്യാഭ്യാസ രംഗത്ത് ചെയ്യേണ്ട കാര്യം ഇതൊക്കെയാണ്. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് പിന്നെ യാതൊരു വിവരവും ഇല്ലാത്ത കാര്യങ്ങൾ പടച്ചു വിടുന്ന പോലെയല്ല. ഞാൻ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അനുഭവമുണ്ട്. ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇപ്പോൾ ഈ നമ്മളെ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ മറ്റ് സ്കൂളുകളിലേക്ക് പോകുന്നു, നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ കുറയുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു. അപ്പം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നൊരു പരിപാടി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങി. അത് പിന്നീട് നമ്മൾ തുടരുകയാണ്. അതുമൂലം നമ്മുടെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിലും മറ്റ് ഭൗതിക സാഹചര്യങ്ങളുടെ കാര്യത്തിലും എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയത്? വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. ഞാനും പിന്നെ അതുപോലുള്ള എൻ്റെ ഈ പ്രായത്തിലുള്ളവരുമൊക്കെ തന്നെ പഠിച്ച ഒരു കാലഘട്ടമുണ്ട്. ഇപ്പം ഞാൻ പഠിച്ച ചെറുവയ്ക്കൽ ഗവൺമെൻറ് LPS ഞാൻ വന്നതിന് ശേഷമാണ്. അതൊരു 100 വർഷത്തെ പഴക്കമുള്ള സ്കൂളാണ്. ഞാൻ വന്നതിന് ശേഷമാണ് അവിടെ 3 കോടി രൂപ പുതിയ കെട്ടിടം കെട്ടുന്നതിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. 5000 കോടി രൂപയാണ് ഈ പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ കെട്ടുന്നതിന് വേണ്ടി ഈ ഗവൺമെൻറ് ചിലവഴിച്ചിട്ടുള്ളത്. 5000 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ കെട്ടിടങ്ങൾ മാത്രമല്ല, 45,000-ഓളം വരുന്ന സ്മാർട്ട് ക്ലാസ് റൂംസ്. ഇത് ലോകത്തെ ഏറ്റവും വലിയ വികസിത രാജ്യങ്ങളിൽ മാത്രം കാണുന്ന ഒരു കാര്യമാണ്. 45,000 ക്ലാസ് റൂംസ് എന്ന് മാത്രമല്ല, ഇപ്പോൾ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറായി എന്ന് മാത്രമല്ല, മുഴുവൻ അധ്യാപകർക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ക്ലാസ് അവർക്ക് കൊടുക്കുകയും പരിശീലനം കൊടുക്കുകയും റോബോട്ടിക് കിറ്റ് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായി.
അങ്ങനെ ഒരു 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 വിദ്യാഭ്യാസ രംഗത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ ചെറിയ മാറ്റമല്ല. മുമ്പത്തെ സ്ഥിതി എന്താ, പാഠപുസ്തകം പരിഷ്കരിക്കാതെ തന്നെ പാഠപുസ്തകം കിട്ടാറില്ല ഓണത്തിന്. ഓണം നേരത്തെ വന്നതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച വിദ്യാഭ്യാസ മന്ത്രിമാരും കേരളത്തിലുണ്ട്. അഹങ്കാരത്തോടുകൂടി പറയുന്നതല്ല, സാധാരണഗതിയിൽ ഒരു പുസ്തകം പോയിട്ട് ഒരു ലീഫ്ലെറ്റ് ലെറ്റർ വിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ചാൽ അതിൽ കോമയില്ല, ഇതിൽ കുത്തില്ല, അതിൽ അക്ഷരത്തെറ്റ് ഉണ്ടാണെന്ന് പറഞ്ഞ് ചർച്ചയാണ്. ഈ 3,80,00,000 പാഠപുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് കൃത്യമായി അവരെ കയ്യിൽ കൊണ്ട് എത്തിച്ചിട്ട് ഒരു പരാതി പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് മാത്രമല്ല, ഇനി സ്കൂൾ അടച്ചു തുറക്കാൻ വേണ്ടി 3 മാസമുണ്ട്. 3 മാസം അവശേഷിക്കുമ്പോൾ 1 മുതൽ 10 വരെയുള്ള കുട്ടികളുടെ പാഠപുസ്തകം കുട്ടികൾക്ക് കൊടുത്തു എന്നുള്ളതാണ്. ചില ആൾക്കാർ പറയുന്നുണ്ട് തുക്ലക്ക് ബഹിഷ്കാരം എന്നൊക്കെ പറഞ്ഞത്. അത് നമ്മൾ അവർക്ക് നിലനിൽപ്പില്ലാതെ പറഞ്ഞുപോയി അത് പിൻവലിക്കേണ്ട സാഹചര്യം വന്നു. സിലബസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഭരണഘടന പഠിപ്പിക്കാൻ തീരുമാനിച്ചത് ഈ കാലത്താണ്. അതോടൊപ്പം തന്നെ ഈ കുട്ടികൾക്ക് ഈ മാധ്യമ സാക്ഷരതയുമായി ബന്ധപ്പെട്ട്, അതായത് വ്യാജ വാർത്തകളേത് അല്ലെങ്കിൽ അത്തരം ഇടപെടലുകൾ അതിലേക്കൊക്കെ നയിച്ചത് എന്തായിരുന്നു? ഇപ്പോൾ ഭരണഘടനാ ലംഘനം രാജ്യം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 മുതൽ 12 വരെയുള്ള മുഴുവൻ ക്ലാസ്സുകളിലും നമ്മൾ പ്രിൻ്റ് ചെയ്ത പാഠപുസ്തകത്തിൽ ഭരണഘടനയുടെ പ്രിയാമ്പിൾ എഴുതി ചേർക്കും. യഥാർത്ഥം എനിക്കൊരാഗ്രഹങ്ങളുണ്ടായിരുന്നു, അതിനിപ്പോൾ സാക്ഷാത്കരിക്കാൻ കഴിയില്ല. ഭരണഘടനയുടെ പ്രിയാമ്പിൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഗാനം ഉണ്ടാക്കി. മതേതരത്വമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, രാജ്യസ്നേഹമുണ്ട്, എല്ലാ കാര്യങ്ങളും പ്രിയാമ്പിളിൽ വരുന്നല്ലോ. അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗാനം ഞാൻ ആദ്യമായിട്ട് പറയാം നിങ്ങളോട്. ഗാനം രൂപീകരിച്ച് അത് എല്ലാ സ്കൂളുകളിലും സ്കൂളിൽ ഇപ്പം പാടുന്ന ഈശ്വര പ്രാർത്ഥനയ്ക്ക് പകരം എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പാട്ടായിട്ട് കൊണ്ടുവരണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് നടന്നിട്ടില്ല. അടുത്ത LDF ഗവൺമെൻറ് വരുമ്പോൾ അതിനെ സംബന്ധിച്ചോളം ആലോചിക്കുക എന്നുള്ളതാണ്. പുതിയ ഘട്ടങ്ങളിലെല്ലാം ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള റാമ്പും അതുപോലുള്ള സംവിധാനം ഉണ്ടാവണമെന്നുള്ള അങ്ങനെ ഒരു സമഗ്രമായ മാറ്റം നമുക്ക് നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം എല്ലാ മണ്ഡലത്തിനും കിഫിയുടെ ഫണ്ടുണ്ടല്ലോ, കിഫി എതിർക്കുന്നവരുണ്ടല്ലോ. UDF കിഫി എതിർക്കുന്നുണ്ട്. പക്ഷേ അവരെ മണ്ഡലത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഘട്ടങ്ങളെന്ന് പറഞ്ഞാൽ കിഫിയുടെ ആണ്. വയനാട് പാമ്പ് കടിയേറ്റ് മരിച്ച കുട്ടിയുണ്ടല്ലോ മുമ്പ്, ബത്തേരി സ്കൂൾ, അവിടെ 3 നില കെട്ടിടമാണ്. ഈ പുസ്തകത്തിൻ്റെ ഭാരം കുറയ്ക്കാനുള്ളൊരു ഇടപെടൽ ഇടയ്ക്ക് മിനിസ്റ്റർ പ്രഖ്യാപിച്ചിരുന്നല്ലോ, അത് എത്രമാത്രം നടപ്പിലായി? കാരണം ഈ ആവർത്തിച്ചുള്ള പാഠഭാഗങ്ങൾ ഒഴിവാക്കാനും ഇടപെടൽ അത് അടുത്ത വർഷം നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് കഴിയും. എന്ന് മാത്രമല്ല കുട്ടികളുടെ വായന കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ക്രീനിൻ്റെ ചെറിയ സ്ക്രീനിൻ്റെ ഉപയോഗം ഉണ്ടല്ലോ, നമ്മുടെ മൊബൈലിൻ്റെ ഉപയോഗം, അതെ, ഡിജിറ്റൽ സ്ക്രീനിൻ്റെ ഉപയോഗത്തെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട്. ആ കമ്മീഷൻ്റെ ഡോക്ടർ വാസുകി IAS ആണ് അതിൻ്റെ ചെയർപേഴ്സൺ. ആ കമ്മീഷന് തീരുമാനം വന്നു കഴിഞ്ഞാൽ കുട്ടികൾ എത്ര ശതമാനം ഇത് ഉപയോഗിക്കാം. കാരണം ഇത് രക്ഷകർത്താക്കൾക്കൊന്നും ഇത് പുറത്തു പറയാൻ പറ്റാത്ത രൂപത്തിൽ അവർ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു ഉത്തരവിലൂടെയും ഒരു നിയമത്തിലൂടെ മാത്രമേ അത് നിയന്ത്രിക്കപ്പെടുന്നതിന് വേണ്ടി കഴിയുള്ളൂ. അത് നിയന്ത്രിക്കുക എന്നത് വളരെ അത്യാവശ്യമാണ്. സിലബസിലേക്ക് ഇപ്പം NCERT ഒക്കെ പലതരത്തിലുള്ള ആശയങ്ങൾ കടത്തിവിടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ഒരു വലിയ പ്രതിരോധം രാഷ്ട്രീയമായി ഉയർത്തിയ ഒരാളാണ് അങ്ങ്. അപ്പോൾ ഈ ഇപ്പോൾ PMC പോലുള്ള പദ്ധതികൾ വന്നു. അപ്പോൾ അതിനെയൊക്കെ അത്തരം രാഷ്ട്രീയമായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പിൻ്റെ അനുഭവം എങ്ങനെയായിരുന്നു? ഇത് കേന്ദ്ര ഗവൺമെൻറ് ധരിക്കുന്നതെന്ന് വെച്ചാൽ ചരിത്രം മാറ്റി പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പം 1-ാം ക്ലാസ്സിലെ കുട്ടി പഠിക്കുന്നതാണല്ലോ അവൻ ഓർത്തിരിക്കുന്നത്. അപ്പോൾ 1 മുതലുള്ള പാഠഭാഗങ്ങളിൽ നിന്ന് ചരിത്ര സത്യങ്ങളെ മാറ്റി തീവ്രമായിട്ടൊരു ഹിന്ദുവൽക്കരണം. അപ്പോൾ അതുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ അസാസിനേഷൻ, അതുപോലെ തന്നെ ഗുജറാത്ത് കലാപം, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം പാഠപുസ്തകത്തിൽ നിന്ന് അവരുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ NCERTയുടെ അധികാരം ഉപയോഗിച്ച് മാറ്റിയ അവസരത്തിൽ ആ മാറ്റിയ പാഠപുസ്തകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ പാഠപുസ്തകം ഇറക്കിയ ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. PMCയിൽ ഒപ്പിട്ടതിൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു. അത് ആശയക്കുഴപ്പങ്ങൾ ഞങ്ങൾ മുന്നണിക്കകത്ത് ചർച്ച ചെയ്ത് തീരുമാനം. അവസാനമായിട്ട് ഇപ്പോൾ ഈ എല്ലാവരും ഇപ്പം വിളിക്കുന്നതും കുട്ടികളുടെ മന്ത്രി അപ്പൂപ്പനാണ്. വ്യക്തിപരമായൊരു മന്ത്രി അപ്പൂപ്പനാവാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ എന്നാലൊരു മന്ത്രി അപ്പൂപ്പനായിട്ടുള്ള ഒരു 5 വർഷക്കാലം എങ്ങനെയാണ്? നല്ല രസമായിരുന്നു. കുട്ടികളോട് ഭയങ്കര സ്നേഹവും കുട്ടികളോട് ഏത് സ്കൂളിൽ ചെന്നാലും കുട്ടികൾക്ക് ഫോട്ടോ എടുക്കാനുള്ള സംഗതി, റോഡേ പോകുമ്പോൾ കുട്ടികൾ കൈ കാണിക്കുകയും, അതിനപ്പുറം ഒരു എന്താ പറയുക, ഒരു കുട്ടിയുടെ പ്രതിച്ഛായ മാറി അല്ലേ? പ്രതിച്ഛായ മാറിയെന്നില്ല, നമ്മുടെ ഈ ആരക്കാൽ കുട്ടികളോടുള്ള സ്നേഹമല്ലോ നമുക്ക് എല്ലാവർക്കും ഉള്ളത്. നമ്മുടെ എല്ലാവരുടെയും സ്വത്തെന്ന് പറഞ്ഞാൽ കുട്ടികളല്ലേ.
ആ കുട്ടികൾ പിന്നെ സ്നേഹിക്കുകയും പിന്നെ ഫോട്ടോ എടുക്കുകയും കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയാണെന്ന് കുട്ടികൾക്ക് ബോധ്യപ്പെട്ട് അങ്ങനെ കുട്ടികളുടെ മനസ്സിൽ നമ്മളുടെ പേര് പതിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നന്ദി. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.